എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അനിൽ ജോസഫ്. ഞാൻ കോട്ടയം ജില്ലയിലെ പാലാ രാമപുരം എന്ന സ്ഥലത്താണ് ജനിച്ചത്. രാമപുരം ഒരുപാട് മഹാരഥന്മാർ ജനിച്ച് ജീവിച്ചു വളർന്നൊരു മണ്ണാണ്. അതിനാൽ തന്നെ ഞാൻ പലപ്പോഴും എൻ്റെ പേരിൻ്റെ കൂടെ അനിൽ രാമപുരം എന്നൊരു തൂലികാ നാമത്തിലാണ് അറിയപ്പെടുന്നത്. ഞാൻ ജനിച്ചത് കുറേ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് രാമപുരത്ത് കുന്നപ്പള്ളി എന്നൊരു ചെറിയ പ്രദേശത്താണ്. അത്ര വലിയൊരു സ്ഥലമൊന്നുമല്ല, ചെറിയ ഗ്രാമപ്രദേശമാണ് കുന്നപ്പള്ളി. തുടർന്ന് എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം ഞാൻ പൂർത്തിയാക്കിയത് രാമപുരം സെൻറ്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അതിനുശേഷം സെൻറ്റ് സ്കൂളിലെ ആദ്യത്തെ +2 ബാച്ചായിരുന്നു ഞങ്ങൾ. ആദ്യമായി പി.ജെ. ജോസഫ് സാർ +2 ബാച്ച് കേരളത്തിലെ പല സ്കൂളുകളിലും തുടങ്ങിയപ്പോൾ അതിൽ ആദ്യമായി പങ്കെടുക്കുവാൻ, ആദ്യമായി അംഗമാവാൻ സാധിക്കാൻ അങ്ങനെയൊരു അനുഗ്രഹം എനിക്ക് ആ കാലത്തുണ്ടായി. അതിനുശേഷം ഞാൻ നേഴ്സിംഗ് പഠിക്കാനായി ബാംഗ്ലൂർക്ക് പോയി. അവിടെ കിങ്സ് നഴ്സിംഗ് കോളേജിൽ എൻ്റെ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി. തുടർന്ന് 2008 ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ വേണ്ടി ലണ്ടൻ പോയി. അവിടെ ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു ക്ലിൻറ്റൺ യൂണിവേഴ്സിറ്റി ലണ്ടനിൽ. തുടർന്ന് 6-7 വർഷത്തോളം ഞാൻ ലണ്ടനിൽ ജീവിച്ചു. പിന്നീട് വിവാഹത്തിന് ശേഷം ഞാൻ അയർലൻഡിലേക്ക് കുടിയേറി പാർത്തു. അവിടെ ഇപ്പോൾ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഇതിൻ്റെ ഈ തിരക്കുകൾക്കിടയിലും, എൻ്റെ പ്രൊഫഷണൽ ലൈഫിൻ്റെ തിരക്കുകൾക്കിടയിലും എപ്പോഴും എഴുത്തും കലയും സാഹിത്യവും വലിയൊരു പാഷനായിരുന്നു. പലപ്പോഴും അത് ഞാൻ കൂടെ കൊണ്ടുനടക്കാൻ പലപ്പോഴും ശ്രമിച്ചിരുന്നു. തന്മൂലം ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഡിപ്ലോമ ജേർണലിസ്റ്റ് ഡിപ്ലോമ കംപ്ലീറ്റ് ആക്കി. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി കോഴ്സ് ചെയ്തു. ആ സമയത്ത് ഞാനിപ്പോൾ പ്രത്യേകം ഓർക്കുന്നു, രാമപുരത്തുള്ള ഒരുപാട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഫോട്ടോഗ്രാഫി സുഹൃത്തുക്കൾ ആ സമയത്ത് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഫോട്ടോഗ്രാഫി ചെയ്യുവാനും കണ്ടും കേട്ട് പറഞ്ഞ് പഠിക്കുവാനും അന്ന് അവരെന്നെ ഒരുപാട് സഹായിച്ചു. അതോടൊപ്പം നഴ്സിംഗ് പാസ്സായി, ഡിപ്ലോമ കോഴ്സ് ജേർണലിസ്റ്റിലെടുത്തു, ഫോട്ടോഗ്രാഫി പാസ്സായി. അതോടൊപ്പം തന്നെ എഴുത്തിലേക്കും ലേഖനങ്ങളിലേക്കും പലപ്പോഴും എൻ്റെ ശ്രദ്ധ തിരികുകയും പ്രമുഖമായ മാധ്യമങ്ങളിൽ, അതായത് മാതൃഭൂമി, കേരളാഭൂഷൺ തുടങ്ങിയ മാസികകളിൽ എൻ്റെ ആർട്ടിക്കിൾ എഴുതുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ഇതൊക്കെയാണ് ലഘുവായ എൻ്റെ ജീവചരിത്രം. അതുപോലെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സാഹിത്യകാരനും എഴുത്തുകാരനും തിരക്കഥാകൃത്തുമാണ് ടർക്കിഷ് സാഹിത്യകാരനായ പാമുക്കിൻ്റെ ദ ബ്ലാക്ക് ബുക്ക് എന്നൊരു നോവലിൽ അദ്ദേഹം എഴുതി ചേർക്കുന്നൊരു വരിയുണ്ട്. ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഫോളോ ചെയ്യുന്നൊരു വാക്കാണത്. അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നമ്മൾ മനുഷ്യന്മാരെല്ലാം ജനിക്കും, വിദ്യാഭ്യാസം നേടും, സ്കൂളിൽ പോകും, നമ്മൾ വളരും, നമ്മൾ ജോലി നേടും, തുടർന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ കല്യാണം കഴിക്കും, വിവാഹം കഴിക്കും, കുട്ടികളുണ്ടാവും. ഇതൊക്കെ എല്ലാ മനുഷ്യരും അവരുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെ അപ്പുറം നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ്സ് കോൾഡ് ലൈഫ്. അദ്ദേഹത്തിൻ്റെ ദ ബ്ലാക്ക് ബുക്ക് എന്നൊരു ബുക്കിൽ അദ്ദേഹം കൃത്യമായി എഴുതി ചേർക്കുന്ന കാര്യമാണ്. ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഫോളോ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള കാര്യമാണത്. എൻ്റെ ആതുര സേവന രംഗത്ത് ഞാൻ പലപ്പോഴും ജോലി ചെയ്യുമ്പോഴും, അതുപോലെ എൻ്റെ പ്രൊഫഷണൽ ലൈഫ് കൂടെ പോകുന്നതിൻ്റെ ഒപ്പം എൻ്റെ ഫാമിലി ലൈഫ് പോകുന്നു, ആ കൂടെ ഇതുപോലെ ട്രിപ്പുകൾ പോകുന്നു, വീട്ടിലെ ജോലികൾ ചെയ്യുന്നു. അതൊക്കെ നോർമൽ ലൈഫ് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ അപ്പുറം എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് എൻ്റെ ലൈഫ്. ദാറ്റ്സ് കോൾഡ് മൈ ലൈഫ്. ആ ഒരു വിശ്വാസവും ആ ഒരു ചിന്തയിൽ നിന്നാണ് എന്തുകൊണ്ട് എൻ്റെ പേരിൽ ഒരു ബുക്ക് എഴുതിക്കൂടാ എന്നൊരു തോന്നൽ എനിക്കുണ്ടായത്. അത് ആദ്യ സമയത്ത് ഈ ബുക്കിനെ കുറിച്ച് ഞാൻ ആദ്യ സമയത്ത് പറഞ്ഞപ്പോൾ എടുത്തു പറയാണ്ട് 1-2 പേരുകളുണ്ട്. സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ഞാൻ ഈ ഒരു കാര്യം പങ്കുവച്ചത് എൻ്റെ പ്രിയപ്പെട്ട പത്നി ജൂഡിയായിട്ടാണ്. അവളോട് പറഞ്ഞപ്പോൾ അവൾ അതിന് പൂർണ്ണ പിന്തുണ നൽകി. നിങ്ങൾ ഒരുപാട് എഴുതുന്ന ആളല്ലേ, നിങ്ങൾക്ക് ബുക്ക് എഴുതാൻ പറ്റും, നിങ്ങൾക്ക് പുസ്തകം എഴുതാൻ പറ്റും എന്ന് പറഞ്ഞ് അവൾ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ തുടങ്ങി വെച്ചത് ഒരു നോവലായിരുന്നു. അയർലൻഡിനെ ബേസ് ചെയ്ത്, അയർലൻഡിൻ്റെ കൾച്ചറിനെ ബേസ് ചെയ്ത് 1960s നടക്കുന്ന നോവലാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അത് ഏകദേശം ഒരു 25% ഞാൻ എഴുതി കഴിഞ്ഞു. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായത് അതിന് എനിക്കൊരു 6 മാസം കൂടി സമയം എടുക്കും. കാരണം അത്രയ്ക്കും കൂടുതൽ ഹിസ്റ്ററിപരമായൊരു നോവലാണ്. അവ കൂടുതൽ വർക്കുകൾ ഞാൻ ചെയ്യണം, കൂടുതൽ ഗ്രഹപാഠം ഞാൻ ചെയ്യണം. അപ്പോൾ ഇതിനും കൂടുതൽ സമയം എടുക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ മാറി ചിന്തിച്ചു, എന്തുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടിക്കാലത്തും അതുപോലെ എൻ്റെ ജീവിത ദശയിൽ ഞാൻ കണ്ട ഒരുപാട് മനുഷ്യന്മാരുണ്ട്, വ്യത്യസ്തമായ പെക്യുലറായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ള മനുഷ്യന്മാർ. ഇപ്പോൾ ഈ സംസാരിക്കുന്ന ഞാനും ഇത് കേൾക്കുന്ന നിങ്ങളും ഒരിക്കലും നമ്മുടെ ക്രോമോസോം പലപ്പോഴും സെയിം ആയിരിക്കാം. പക്ഷേ ആ ക്രോമോസോമിൽ തന്നെ നമ്മുടെ സ്വഭാവ സവിശേഷതകൾ വളരെ ഡിഫറൻ്റാണ്. അപ്പം അങ്ങനെയുള്ള പെക്യുലറായിട്ട് അതിൽ തന്നെ വളരെ സൂക്ഷ്മമായ
ക്യാരക്ടേഴ്സ് ഉള്ള ചില മനുഷ്യന്മാർ എൻ്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട്. ഞാൻ അറിഞ്ഞോ അറിയാതെ എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ഒരു 10 പേരുടെ കഥയാണ് ഞാൻ ആദ്യമായി എഴുതിയ ഞാൻ കണ്ട മനുഷ്യർ എന്നൊരു ബുക്കിൽ ഞാൻ എഴുതി ചേർക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഞാൻ ഞാനൊരു എഴുത്തുകാരൻ എന്ന് പറയാം എനിക്ക് ഒരിക്കലും ഞാൻ അങ്ങനെ പറയത്തില്ല. ഞാൻ ഒരിക്കലും അത് ക്ലെയിം ചെയ്യത്തില്ല. ഒരിക്കലും എഴുത്തുകാരൻ. പക്ഷേ ഞാൻ എപ്പോഴും ഒരു നല്ലൊരു റീഡറാണ്. ഒരുപാട് ബുക്കുകൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു കുട്ടിക്കാലം മുതലേ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഞാൻ രാമപുരത്തായിരുന്നു ജനിച്ചതും വളർന്നതുമല്ല. അപ്പോൾ രാമപുരത്ത് എൻ്റെ വായനാശീലം തുടങ്ങുന്നത് തന്നെ രാമപുരം പഞ്ചായത്ത് ലൈബ്രറിയിലും അതുപോലെ രാമപുരത്ത് വാര്യർ മെമ്മോറിയൽ പുസ്തകശാലയിൽ നിന്നുമാണ് എൻ്റെ പുസ്തകങ്ങളുടെ വായനാശീലം ആദ്യം തുടങ്ങുന്നത്. ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് പറയേണ്ട 1-2 കാര്യങ്ങളുണ്ട്. രാമപുരത്ത് ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറയേണ്ടതുണ്ട്. കാരണം രാമപുരത്ത് വാര്യർ അതെല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു മഹാരഥന്മാരായ ആളുകൾ ജീവിച്ച് വളർന്ന് മരിച്ച നാടാണ് രാമപുരം. രാമപുരം അറിയപ്പെടുന്ന രാമപുരത്ത് വാര്യർ എന്ന അദ്ദേഹത്തിൻ്റെ പേരിലാണ്. 17-ാം നൂറ്റാണ്ടിൽ രാമപുരത്ത് ജനിച്ച ഒരു മഹാകവിയായിരുന്നു രാമപുരത്ത് വാര്യർ. അതോടൊപ്പം തന്നെ അതിനുശേഷം 17-ാം നൂറ്റാണ്ടിന് ശേഷം 18-ാം നൂറ്റാണ്ടിൽ കൊടുങ്ങല്ലൂർ അതിരൂപത മെത്രാസ്ഥാനത്തിൻ്റെ സ്ഥിരാകേന്ദ്രം രാമപുരമായിരുന്നു. അന്നത്തെ ഗവർണർ പാറമക്കൽ തോമക്കത്തനാർ രാമപുരം കേന്ദ്രമാക്കിയാണ് അന്നത്തെ കൊടുങ്ങല്ലൂർ അതിരൂപത ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ കല്ലറ ഇപ്പോഴും രാമപുരം പള്ളിയിലുണ്ട്. അദ്ദേഹമാണ് ആദ്യമായി കലയോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. അദ്ദേഹമാണ് ആദ്യമായി 18-ാം നൂറ്റാണ്ടിൽ കൊച്ചിയിൽ നിന്ന് കപ്പൽ കയറി സ്പെയിനിൽ പോവുകയും അദ്ദേഹത്തിൻ്റെ യാത്ര 2-3 മാസത്തോളം എടുത്തു. ആ യാത്രയിൽ അദ്ദേഹം എഴുതിയ ബുക്കാണ് വർത്തമാന പുസ്തകം. രാമപുരത്തു നിന്നും പോയൊരു മനുഷ്യൻ വർത്തമാന പുസ്തകം എന്ന നോവൽ കപ്പലിൽ നിന്ന് എഴുതി. അതാണ് ആധുനിക മലയാളം ആദ്യമായി അംഗീകരിച്ച പൂർണ്ണമായ ഒരു യാത്രാ വിവരണമാണ് വർത്തമാന പുസ്തകം. അത് അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിൻ്റെ മെത്രാസ്ഥാനത്തിൻ്റെ മുറിയിൽ നിന്നാണ് അദ്ദേഹം തിരിച്ചു വന്നിട്ട് ആ യാത്രാ വിവരണം എഴുതിയത്. അതുപോലെ തന്നെ തീർച്ചയായും നിങ്ങൾക്കറിയാം, അഗ്നിസാക്ഷി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന പേരാണ് ലളിതാംബിക അന്തർജനം. അവരും ജീവിച്ചു വളർന്ന മണ്ണാണ് രാമപുരം. അതുപോലെ ഒരുപാട് മഹാരഥന്മാർ അവർ ജീവിച്ച് മരിച്ച മണ്ണാണ് രാമപുരം. പിന്നീട് ആ കാലം കടന്നുപോയി. പിന്നീടും ഇപ്പോഴും ചെറിയൊരു എഴുത്തുകാരെന്ന് പറയാൻ പറ്റത്തില്ല, കഴിവ് തെളിയിച്ച ഒരുപാട് കലാകാരന്മാർ വളർന്ന മണ്ണാട് രാമപുരം. അപ്പോൾ എൻ്റെ ആദ്യത്തെ പുസ്തകത്തിൽ ഞാൻ ആദ്യമായി തിരഞ്ഞെടുത്ത ഒരു മനുഷ്യനും ഒരു കഥാപാത്രവും രാമപുരത്ത് ജീവിച്ചിരുന്ന കേളൻ മൂപ്പൻ എന്നൊരു ആളായിരുന്നു. കേളൻ മൂപ്പൻ അത്രയ്ക്കും ഫേമസ് ആയ അത്രയ്ക്കെല്ലാം അറിയപ്പെടുന്ന വ്യക്തിയൊന്നുമല്ല. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ട കഥാപാത്രമാണ് കേളൻ മൂപ്പൻ. കുട്ടിക്കാലത്തൊക്കെ അത് ഓർക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ കുറച്ച് പേടിപ്പിക്കുന്ന കുറച്ച് ഭയപ്പാടോടു കൂടിയാണ് ഞാൻ കേളൻ മൂപ്പനെ ഓർക്കുന്നത്. കാരണം മടിയെ കുട്ടിച്ചാത്തലിലെ കൊട്ടാരക്കാരുടെ ഒരു രൂപസാദൃശ്യമാണ് കേളൻ മൂപ്പന്. അദ്ദേഹത്തിൻ്റെ ജീവിതം അതുപോലെ തന്നെയായിരുന്നു. കുറച്ച് മന്ത്രവാദവും കൂടോത്രവും കുട്ടികളെല്ലാം ഭയപ്പോടെ കാണുന്ന, അതിൽ മുതിർന്നവരും ഭയപ്പോടോട് കാണുന്ന ഒരാളാണ് കേളൻ മൂപ്പൻ. അദ്ദേഹത്തിൻ്റെ കഥയാണ് ഞാൻ എൻ്റെ ആദ്യത്തെ അദ്ദേഹമായി എഴുതി ചേർത്തിരിക്കുന്നത്. അങ്ങനെ അതുപോലെ 10 കഥകൾ ചേർന്നാണ് എൻ്റെ ഞാൻ കണ്ട മനുഷ്യർ എന്നെഴുതിയ ഈ കഥാസമാഹാരം. അതോടൊപ്പം ഈ ബുക്കിൻ്റെ രചനാവേള ബുക്ക് ഞാൻ പലപ്പോഴും പല കഥകളും ഞാൻ എഴുതിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അയർലൻഡിൽ ഇരുന്നാണ്. എൻ്റെ വീട്ടിലെ എൻ്റെ റൂമിൽ തന്നെ ഇരുന്നാണ് ഞാൻ പല കഥകൾ എഴുതിയിരിക്കുന്നത്. ആ സമയത്ത് ഫ്രീ ടൈം ഉള്ളതുപോലെ, കാരണം ആഴ്ചയിൽ 4-5 ദിവസം ഡ്യൂട്ടി ചെയ്യേണ്ട ഒരു ഹോസ്പിറ്റലിൽ, അതിനുശേഷം വീട്ടിലെ ജോലികൾ ചെയ്യണം, ബാക്കി നമുക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ ഷോപ്പിംഗ് ഉണ്ടെങ്കിൽ അത് ചെയ്യണം. അതിനൊക്കെ ഇടയിൽ ഫ്രീ ടൈം ആയിരിക്കും ബുക്ക് എഴുതാൻ സമയം കണ്ടെത്തിയിരുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ നമ്മൾക്ക് സമയം കിട്ടുമ്പോൾ നമുക്ക് എഴുതാനുള്ളൊരു മൂഡ് നമുക്ക് ഉണ്ടായെന്ന് വരത്തില്ല, നമുക്ക് അതിനുള്ളൊരു താല്പര്യം ഉണ്ടായെന്ന് വരത്തില്ല. അതൊക്കെ വളരെയധികം ചലഞ്ചിങ് ആയിരുന്നു ഈ പുസ്തകം എഴുതിയ സമയത്ത്. പക്ഷേ ചില സമയങ്ങളിൽ ഞാൻ പുസ്തകത്തിൻ്റെ ചില ഭാഗങ്ങളിൽ എഴുതിയിരുന്നത് എൻ്റെ ഡ്യൂട്ടി സമയങ്ങളുടെ ഫ്രീ ടൈം ഉണ്ടായിരുന്നു. നൈറ്റ് ഡ്യൂട്ടിക്ക് ഇടയിലുള്ള ഫ്രീ ടൈമിലും ബ്രേക്ക് ടൈമിലും അതുപോലെയൊക്കെ ഇരുന്ന് ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോഴായിരിക്കും, ഒരു പേഷ്യൻ്റ് കെയർ ചെയ്യുമ്പോഴായിരിക്കും, അയ്യോ ഇന്നൊരു സംഭവം അതിനകത്ത് എഴുതുമായിരുന്നെങ്കിൽ, ഇന്നൊരു വാക്ക് അതിനകത്ത് എഴുതുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടായിരിക്കുമല്ലോ എന്നോർത്തിട്ട് ഉടനെ തന്നെ മൊബൈലിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പറിലോ കുറിച്ച് വെക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് രസകരമായ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഈ പുസ്തകം എഴുതിയ സമയങ്ങളിൽ എനിക്കുണ്ടായി. ഞാൻ കണ്ട മനുഷ്യൻ ഈ ഒരു കഥയെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ഈ ഒരു കഥ ഞാനിങ്ങനെ മനസ്സിലോർത്തപ്പോൾ ഒരുപാട് കഥാപാത്രം എൻ്റെ മനസ്സിലോട്ട് കയറി വന്നു. 10 മനുഷ്യരല്ല, 10 മനുഷ്യരും അതിൻ്റെ കഥയും കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളുമല്ല,
അതല്ലാതെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഒരിക്കൽ കൂടി ഞാൻ ഓർക്കുകയാണ്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ആദ്യമായിട്ടൊരു ഒരു വിദ്യാർത്ഥി സമരത്തിൽ പങ്കെടുക്കുന്നത് രാമപുരം സെൻറ്റ് അഗസ്റ്റിൻ ബോയ്സ് സ്കൂളിൽ പഠിക്കുമ്പോഴാണ്. 97, 98 കാലഘട്ടത്തിൽ. അന്ന് സമരത്തിൽ പങ്കെടുത്തു. സമരത്തിന് ജാഥയിൽ കൂടെ മുദ്രാവാക്യം വിളിച്ചു പോയി. എന്തിനാണ് അന്ന് മുദ്രാവാക്യം വിളിച്ചതെന്ന് അന്നും അറിയത്തില്ല, ഇന്നും അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഇന്ന് പലപ്പോഴും പല ജാഥകളിലും പല ആൾക്കാരും പോകുന്നത് ഏറ്റുവിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ മാറ്റുലി പോലെ അവർ ഏറ്റുവിളിക്കുന്നു. പക്ഷേ അതെന്തിനാണെന്നുള്ളത് പലരും മറന്നു പോവുകയാണ്. അന്നത്തെ ഒരു ജാഥയിൽ പങ്കെടുത്തു. അന്ന് ഈ ജാഥ പക്ഷേ വൻ പരാജയമായിരുന്നു. അന്നത്തെ സ്കൂൾ മാനേജർ ശ്രീ കുന്നലച്ചൻ ജാഥയെ അടിച്ചമർത്തി ഈ സമരത്തിനെ. അച്ഛനെക്കുറിച്ച് ഒരുപാട് ഓർമ്മകളുണ്ട്. പക്ഷേ എനിക്കതെല്ലാം ഈ പുസ്തകത്തിൽ എഴുതാനുള്ള ഒരു സാഹചര്യമോ എഴുതാനുള്ള ഒരു സ്പേസോ എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ അതൊരു ഞാൻ കണ്ട മനുഷ്യരുടെ വളരെ വ്യത്യസ്തമായ ഒരു മനുഷ്യനായിരുന്നു ഫാദർ സിറിയക്കച്ചൻ. അതുപോലെ തന്നെ എൻ്റെ അപ്പം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൻ്റെ ചെറിയ ഓർമ്മ മാത്രമേ ഉള്ളൂ. ഒരിക്കൽ ഇന്ത്യൻ പ്രസിഡൻറ്റ്, ഇന്ത്യൻ രാഷ്ട്രപതി രാമപുരം സന്ദർശിക്കാൻ എത്തിയിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹം വന്നതിൻ്റെ ഫോട്ടോസും അതിൻ്റെ വിവരണങ്ങളും എല്ലാം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ കാലക്രമേണ എല്ലാം നശിച്ചുപോയി. അത് രാമപുരത്തെ പള്ളി ലൈബ്രറിയിലുണ്ടായിരുന്നു, രാമപുരം പഞ്ചായത്ത് ലൈബ്രറിയിലുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം എനിക്ക് തോന്നുന്നില്ല, അതൊന്നും ഇപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗ്യാനി സെയിൽ സിംഗ് ആയിരുന്നു അന്ന് ഇന്ത്യൻ രാഷ്ട്രപതി. അന്ന് അദ്ദേഹം രാമപുരം സന്ദർശിച്ചു. അന്ന് അദ്ദേഹം രാമപുരത്ത് അദ്ദേഹത്തിൻ്റെ ചെറിയ ഫ്ലൈറ്റ് ഇറങ്ങി. അന്ന് രാമപുരത്ത് അദ്ദേഹത്തിന് വേണ്ടി മാത്രം ഒരു ചെറിയ വിമാനത്താവളം, ചെറിയൊരു മിനി എയർപോർട്ട് സെറ്റപ്പ് അന്ന് പണിതു. അതൊക്കെ എൻ്റെ ഓർമ്മകളിൽ ചെറിയ ഒരു ഓർമ്മകൾ മാത്രമാണ്. ഞാൻ കണ്ട വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ് ഗ്യാനി സെയിൽ സിംഗ്. അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ടൊരു ഗവർണറെ കാണുന്നത് ശ്രീ എം ജേക്കബ് സാറാണ്. രാമപുരത്ത് ജനിച്ച് രാമപുരത്ത് ജീവിച്ച് ഇന്ത്യയുടെ കേന്ദ്ര സഹമന്ത്രി വരെ ആയിരുന്ന എം ജേക്കബ് സാറ്. അദ്ദേഹത്തോട് സംസാരിക്കാനും പലപ്പോഴും ഇടപെടാനും സാധിച്ചിട്ടുണ്ട്. എൻ്റെ അപ്പച്ചൻ്റെ ഒരു സുഹൃത്തായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വ്യത്യസ്തമായ ഒരു മനുഷ്യന്മാർ ഉണ്ടെങ്കിലും പക്ഷേ അവരുടെ കഥകളോ അവരുടെ എൻ്റെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളോ എനിക്ക് എഴുതാൻ സാധിച്ചിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും ഈ പുസ്തകത്തിൽ ഞാൻ എഴുതിയ 10 കഥകളിൽ ഒരു കഥയാണ് ദ്രാവിഡിൻ്റെ തേരാളി എന്നൊരു കഥയുണ്ട്. അത് ഞാൻ ബാംഗ്ലൂർ ജീവിത കാലഘട്ടത്തിൽ, രാമപുരത്ത് നിന്ന് ബാംഗ്ലൂർക്ക് പോയി ബാംഗ്ലൂർ ജീവിത കാലഘട്ടത്തിൽ ഞാൻ പരിചയപ്പെട്ട അന്നത്തെ കാലത്ത് രാഹുൽ ദ്രാവിഡായിരുന്നു ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ. ഏകദിനത്തിൻ്റെയും ടെസ്റ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ രാഹുൽ ദ്രാവിഡായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ സന്തോഷ് ചേട്ടൻ, ഞങ്ങൾ വിളിക്കും സന്തോഷ് ചേട്ടൻ എന്ന് വിളിക്കും, സന്തോഷ് എന്നാണ് പേര്. സന്തോഷ് ചേട്ടൻ എൻ്റെ ദ്രാവിഡിൻ്റെ ഡ്രൈവർ ആ കാലത്തിൽ. അപ്പം അദ്ദേഹമായിട്ടുള്ള എൻ്റെ പരിചയപ്പെടലും ഞാൻ അദ്ദേഹത്തെ ആദ്യമേ കണ്ടുമുട്ടിയ കഥകളും കുറച്ച് രസകരമായ അനുഭവങ്ങളും രാഹുൽ ദ്രാവിഡിൻ്റെ വീടും രാഹുൽ ദ്രാവിഡ് ജയനഗറിലെ വീടുകളിൽ പോയതും അങ്ങനെ ഒരുപാട് ചെറിയ നർമ്മ മുഹൂർത്തങ്ങളും. എന്നാൽ പിന്നീട് ഇന്ത്യ അന്ന് 2007 തോന്നുന്നു ഇന്ത്യ വേൾഡ് കപ്പ് ഫൈനലിൽ തോറ്റുപോയി. വേൾഡ് കപ്പിൽ വെസ്റ്റ് ഇൻഡീസ് നടന്ന വേൾഡ് കപ്പിൽ ഇന്ത്യ തോറ്റുപോയിട്ട് തിരിച്ചു വന്ന സമയത്ത് രാഹുൽ ദ്രാവിഡിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക, അദ്ദേഹത്തിൻ്റെ ഡ്രൈവറെ കൈകാര്യം ചെയ്യുകയും അദ്ദേഹത്തിന് ഇടി കിട്ടുകയും അദ്ദേഹത്തെ ആക്രമിക്കപ്പെടുകയും പിന്നെ അദ്ദേഹം ഹോസ്പിറ്റലൈസ് ആവുകയും ചെയ്യുന്നതൊക്കെ അങ്ങനെ കുറേ രസകരമായ എന്നാൽ നമ്മുടെ കണ്ണ് നനയിക്കുന്ന ചില സന്ദർഭങ്ങളും ഞാൻ ഈ ബുക്കിൽ എഴുതി ചേർത്തിട്ടുണ്ട്. രാഹുൽ ദ്രാവിഡിൻ്റെ തേരാളി. അതുപോലെ തന്നെ മറ്റൊരു കഥയാണ് ഞാൻ എൻ്റെ ഫ്ലൈറ്റ് യാത്രയിൽ ഞാൻ പരിചയപ്പെട്ട 2 സിസ്റ്റേഴ്സ്, 2 കന്യാസ്ത്രീമാർ എൻ്റെ അടുത്തിരുന്നു. അവരുമായിട്ട് എൻ്റെ ഒരു കോൺവെർസേഷൻ, എൻ്റെ ഒരു സംസാരം, അതിനകത്ത് എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ. അവരന്ന് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുമായിരുന്നു, ഞാൻ അയർലൻഡിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഖത്തർ വരെ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രസകരമായ കുറേ കാര്യങ്ങൾ പരമാവധി ഞാൻ എഴുതി ചേർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതാരെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല. ഇവിടെ നിന്ന് ഞാൻ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇനി അവരെ എപ്പോഴെങ്കിലും കാണുമെന്ന്. അവരെ കണ്ടാലും അവരെ വേദനിപ്പിക്കാൻ വേണ്ടി എഴുതിയതല്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട കുറച്ച് കാഴ്ചകളും കുറച്ച് അനുഭവങ്ങളുമാണ് ആ ഒരു കഥയിലൂടെ ഞാൻ എഴുതി ചേർക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഈ പുസ്തകത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞോ അറിയാതെയോ വന്നു ചേർന്നിട്ടുള്ള 2 ജ്യേഷ്ഠതുല്യമായ 2 വ്യക്തികളാണ്. ഒന്ന് ശ്രീ ഗിന്നസ് ബക്രുവും രണ്ടാമത് ശ്രീ രജി രാമപുരവും. പക്രിസ്റ്റ്യനായിട്ടുള്ള ബന്ധം, അത് എങ്ങനെയാണ് ഞാൻ ആ ചേട്ടനിലേക്ക് എത്തിയത് എന്നൊരു കഥ. അതൊരിക്കലും കഥയല്ല, എൻ്റെ ജീവിത സാക്ഷ്യമാണ്. അത് അത്ഭുത മനുഷ്യൻ ഗിന്നസ് ബക്രു എന്നൊരു ചാപ്റ്ററിൽ ഞാൻ ഇതിൽ എഴുതി ചേർത്തിട്ടുണ്ട്. പക്രിസ്റ്റ്യനിലേക്ക് ഞാൻ എത്താൻ കാരണം ശ്രീ രജി രാമപുരമാണ്. രജിയുമായിട്ടുള്ള സൗഹൃദം അതിന് എൻ്റെ ബാല്യത്തോളം പഴക്കമുണ്ട്. ആ ബാല്യകാലത്താണ് ഞാൻ രജിനെ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് ഇപ്പോൾ രജി
കേരളം അറിയപ്പെടുന്ന മിമിക്രി താരവും അതുപോലെ സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ അതിനു മുമ്പ് റെജി രാമപുരം ആകുന്നതിന് മുമ്പ് റെജി KR എന്നൊരു പേരിൽ അറിയപ്പെടുന്ന കാലഘട്ടമുണ്ടായിരുന്നു. ആ സമയത്ത് റെജിയായിട്ടുള്ള എൻ്റെ പരിചയപ്പെടലും കുറച്ച് കാര്യങ്ങളും അതും കൂടെ ഞാൻ ഈ ബുക്കിൽ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീ ഗിന്നസ് പക്രുച്ചേട്ടൻ ഒരുപാട് എൻ്റെ കലാജീവിതത്തിൽ ഒരുപാട് എന്നെ സഹായിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് ശ്രീ ഗിന്നസ് പക്രു. അത് എങ്ങനെയാണ് എന്ന് പറയാൻ വാക്കുകൾ എനിക്ക് കിട്ടത്തില്ല. കാരണം എന്നെ ആദ്യമായി ഒരു സിനിമയിലേക്ക് ഫോട്ടോഗ്രാഫി ചെയ്യാൻ വേണ്ടി പക്രുച്ചേട്ടൻ എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നത്, അതുപോലെ ലോക്കൽ സ്റ്റിൽസ് എടുക്കാൻ വേണ്ടി നീ ഫ്രീ ആണോ, ക്യാമറയുമായിട്ട് വാ, ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്, തൃശ്ശൂരുണ്ട്. അന്ന് തൃശ്ശൂർ പക്രുച്ചേട്ടൻ്റെ ഇളയരാജ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാധവ് രാമദാസ് സാറാണ് ആ പടം ഡയറക്റ്റ് ചെയ്തത്. മാധവ് സാറിൻ്റെ ആദ്യത്തെ പടം മേലുല്ലാസമായിരുന്നു. രണ്ടാമത്തെ പടം അപ്പോത്തിക്കിരി, പിന്നെ അതിനുശേഷം അദ്ദേഹം ചെയ്ത പടമാണ് ഇളയരാജ. അപ്പോൾ ആ പടത്തിന് ലൊക്കേഷൻ സ്റ്റിൽസ് എടുക്കാൻ വേണ്ടി പക്രുച്ചേട്ടൻ മാധവ് സാറിനെ എന്നെ പരിചയപ്പെടുത്തുകയും അതിന് പ്രകാരം ഞാൻ തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്തിൽ വടക്കുന്നാഥ ക്ഷേത്രത്തിന് മുമ്പിൽ അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായി ഒരു പടത്തിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്യുന്നത്. ലൊക്കേഷൻ സ്റ്റിൽസും അതുപോലെ പൂജയുടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതൊക്കെ വ്യത്യസ്തമായ അനുഭവങ്ങളായിരുന്നു. കാരണം ഒരിക്കൽ പോലും എന്തൊക്കെ എൻ്റെ മുമ്പ് ആദ്യം പറഞ്ഞതുപോലെ ഇതൊക്കെ എൻ്റെ ജീവിതത്തിലെ ആഗ്രഹങ്ങളായിരുന്നു, പാഷനായിരുന്നു. ഒരു സിനിമയ്ക്ക് വേണ്ടി ക്യാമറ എടുക്കുക, ഫോട്ടോസ് എടുക്കുക. കാരണം സ്വാഭാവികമായിട്ടും ഞാൻ നേഴ്സായതുകൊണ്ട് എപ്പോഴും സിറിഞ്ചും അതുപോലെ മരുന്നുകളുടെ ലോകത്താണ് എൻ്റെ ജീവിതം. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നോർത്ത് പോളും സൗത്ത് പോളും എന്നതുപോലെ വേറൊരു മേഖലയിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ വ്യത്യസ്തമായ അനുഭവമായിരുന്നു ആ ഒരു കാലഘട്ടത്ത്. ആ ഒരു കഥയും കൂടെ പക്രുച്ചേട്ടൻ്റെ ഒരു കഥയും കൂടെ ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഞാൻ ഈ സമയത്ത് ഹൃദയപൂർവ്വം ഓർക്കുകയാണ് ശ്രീ പക്രുച്ചേട്ടനെ കുറിച്ച്. അങ്ങനെ തുടർന്ന് ഏതാണ്ട് 2-3 മാസത്തോളം അടുത്ത് ഞാൻ കഥകളെല്ലാം പൂർത്തിയാക്കി. സത്യം പറയുകയാണെങ്കിൽ ഒരു നല്ല റൈറ്ററിനെ സംബന്ധിച്ച് ഒരു 10 കഥ എഴുതാൻ 3 മാസമൊക്കെ വളരെ കൂടുതൽ സമയമാണ്. നോവലൊരു സമയമാണ്, പക്ഷേ എന്നെ സംബന്ധിച്ച് വളരെ വലിയൊരു സമയമായിരുന്നു. കാരണം ഇതിനകത്ത് പലപ്പോഴും ഞാൻ എഴുതിയ വാക്കുകൾ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ട് ഞാൻ തന്നെ ഒന്നുകൂടെ മനസ്സിലിട്ട് ഒന്ന് മനനം ചെയ്യുമായിരുന്നു. അത് കറക്റ്റാണോ, അത് ഇന്ന ഭാഗത്ത് അത് ഓക്കെ ആണോ. കാരണം ആദ്യം എഴുതിയ ബുക്കാണ്. പലപ്പോഴും ഇംഗ്ലീഷ് വാക്കുകൾ ഞാൻ എഴുതുമ്പോൾ എൻ്റെ റൈറ്റിങ്ങിൽ കയറി കൂടുമായിരുന്നു. പക്ഷേ അത് പലപ്പോഴും ഞാൻ തന്നെ എന്നെ തന്നെ കൺട്രോൾ ചെയ്ത് ഇംഗ്ലീഷ് വാക്കുകൾ പരമാവധി ഒഴിവാക്കി മലയാളം വാക്കുകൾ കൂടി ഉപയോഗിച്ച് അങ്ങനെ പുസ്തകം കംപ്ലീറ്റ് ചെയ്തു. എഴുത്ത് കംപ്ലീറ്റ് ചെയ്തു. എഴുത്ത് കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്ക് പിന്നെ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് എനിക്ക് ഈ പുസ്തകത്തിന് നല്ലൊരു അവതാരിക വേണമായിരുന്നു. അവതാരിക എന്ന് പറയുമ്പോൾ വെറുതെ എന്തെങ്കിലും ഒരു മേമ്പൊടിയായിട്ട് നമ്മളെ വെറുതെ സൂചിപ്പിക്കാൻ വേണ്ടി എഴുതുന്നല്ലല്ലോ. എൻ്റെ കഥകളെല്ലാം വായിക്കാനും അത് വായിച്ച് അതിന് സമയം കണ്ടെത്തുവാനും അത് വായിച്ച് ഓരോ കഥാപാത്രങ്ങളെക്കുറിച്ച് പഠനം നടത്തുവാനും ആരെ കിട്ടും എന്നുള്ള ചിന്തയിൽ നിന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന അഡ്വക്കേറ്റ് രതി ദേവി എന്ന ഇന്ത്യൻ അമേരിക്കൻ എഴുത്തുകാരെ കുറിച്ച് ഞാൻ ഓർക്കുന്നത്. അങ്ങനെ ഞാൻ രതി ദേവി മാഡത്തെക്കുറിച്ച് ഓർത്തു. മാഡത്തിനെ വിളിക്കണമെന്ന് ഞാൻ ആലോചിച്ചു. ഞാൻ ഡ്യൂട്ടി സമയത്താണ് മാഡത്തെ വിളിക്കുന്നത്. ഞാൻ വിളിച്ചപ്പോൾ മാഡം അവിടെ അമേരിക്കയിൽ ആ സമയത്ത് നൈറ്റ് ടൈം ആയിരുന്നു. മാഡം ഉറക്കത്തിലായിരുന്നു. പക്ഷേ എന്നിരുന്നാലും എൻ്റെ ഫോൺ കോൾ കണ്ട ഉടനെ മാഡം ഫോൺ എടുത്ത് സംസാരിക്കുകയും ഞാൻ എൻ്റെ ആവശ്യം പറഞ്ഞു, മാഡം ഞാനിത് പുസ്തകം എഴുതിയിട്ടുണ്ട്, പുസ്തകം എഴുതാൻ വേണ്ടി ഞാൻ കുറച്ച് കഥകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ മാഡം വളരെ സന്തോഷത്തോടെ പറഞ്ഞു, വളരെ വെൽ ഡൺ അനിൽ, നല്ല കാര്യം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, വാട്ട് ഐ ക്യാൻ ഡു ഫോർ യു എന്ന് മാഡം എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ വളരെ സങ്കോചത്തോടെ പറഞ്ഞത്, മാഡം എനിക്ക് ഒരു അവതാരി എഴുതി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. മാഡം തന്നെ പറഞ്ഞു, മാഡം അനിൽ, ഞാനിപ്പോൾ ഒരു നോവലിൻ്റെ പണിപ്പുരയിലാണല്ലോ, പക്ഷേ അനിൽ ആദ്യമായി ചോദിച്ച കാര്യമല്ല, ഞാൻ എന്തായാലും അവതാരിക തരാം, എനിക്ക് എല്ലാ കഥകളും അയച്ചു തരിക എന്ന് പറഞ്ഞു. അതോടൊപ്പം മാഡത്തെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ ദ ഗോസ്പൽ ഓഫ് മേരി മാക്ലിൻ ആൻഡ് മീ എന്നൊരു ബുക്കാണ് ബുക്കർ പുരസ്കാരത്തിന് ശുപാർശ ചെയ്യപ്പെട്ടൊരു ബുക്കായിരുന്നു. അത് വളരെയധികം നിരൂപ പ്രശംസയും അതുപോലെ DC ബുക്സ് അതിൻ്റെ പുസ്തക പബ്ലിഷിംഗ് ഏറ്റെടുക്കുകയും അവരെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അപ്പോൾ അത്രയ്ക്കും വളരെ പ്രശസ്തിയായൊരു വ്യക്തിയാണ് രതി ദേവി മാഡം. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു വർക്ക്, എൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റ് ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും ഞാൻ എഴുതിയ എല്ലാ കഥകളും വായിച്ച് അതിനെക്കുറിച്ച് വളരെ ഗഹനമായി പഠിച്ച് ഓരോ കഥാപാത്രങ്ങളെക്കുറിച്ചും വിശദമായിട്ട് ഒരു പഠനം നടത്തി ഒരു അവതാരിക അവരെഴുതി തന്നു. എന്നെ സംബന്ധിച്ച് വളരെ
ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ഒരു വളരെ ബ്ലെസ്ഡ് ആയിട്ടൊരു മൊമെൻ്റ് ആയിരുന്നു അത്. അതൊക്കെ റൈറ്റർ എന്ന രീതിയിൽ എനിക്ക് കിട്ടിയ അംഗീകാരമായിട്ട് ഞാൻ കണക്കാക്കുന്നു. മേഡം തുറന്നൊരു വാക്കും കൂടെ പറഞ്ഞു, അനിൽ ഇനിയും എഴുതണം. അനിലിൻ്റെ കഥകൾ വായിക്കുമ്പോൾ മുട്ടത്ത് വർക്കിയുടെ കഥകൾ വായിച്ച ഒരു ഫീലാണ് എനിക്കുണ്ടായതെന്ന്. സത്യം പറയുകയാണെങ്കിൽ മുട്ടത്ത് വർക്കിയുടെ ഒരുപാട് കഥകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനത്തെ അംഗീകാരം ഒരുപാട് എഴുത്തുകളും കഥകളും വായിച്ച ഒരാളുടെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ അന്നേരം കിട്ടുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് എനിക്കൊരിക്കലും വർണ്ണിക്കാനാവില്ല. അങ്ങനെ പുസ്തകത്തിൻ്റെ അവതാരിക കിട്ടി, എൻ്റെ എഴുത്തിന് നല്ലൊരു അവതാരിക കിട്ടി. ഇതൊരു പുസ്തകമാക്കണം. പുസ്തകമാക്കണമെങ്കിൽ ഞാൻ ആദ്യമായി എൻ്റെ മനസ്സിൽ വന്ന മുഖം സന്തോഷ് കുമാർ എന്ന് പറഞ്ഞ കേരള ഭൂഷൺ എഡിറ്റർ സാറിൻ്റെയാണ്. ഞാനെപ്പോഴും സാറെന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. വളരെ 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 പ്രശസ്തനായ ഒരു പത്രപ്രവർത്തനമാണ് സന്തോഷ് കുമാർ സാർ. സാറിനോട് ഞാൻ പറഞ്ഞു, സാർ ഞാനൊരു 10 കഥകൾ എഴുതിയിട്ടുണ്ട്, എനിക്കത് പുസ്തകമാക്കുന്ന ആഗ്രഹമുണ്ട്, എനിക്ക് അഡ്വക്കേറ്റ് രതിദേവി മാഡത്തിൻ്റെ അവതാരി കിട്ടിയിട്ടുണ്ട്. സാർ വളരെ സന്തോഷത്തോട് പറഞ്ഞു, അനിൽ നമുക്ക് ചെയ്യാം, ഞാൻ പബ്ലിക്കേഷൻസിനോട് സംസാരിക്കാം. അങ്ങനെ സാറിൻ്റെ സഹായത്തോടു കൂടി ചിത്രരശ്മി കോഴിക്കോട് അവരോട് സംസാരിക്കുകയും അവരെൻ്റെ കഥകൾ വായിച്ചിട്ട് അത് പുസ്തകമാക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. അവരെല്ലാവരും വളരെ സ്നേഹത്തോടെ ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. കാരണം അവരില്ലായിരുന്നെങ്കിൽ, സന്തോഷ് സാറും ചിത്രരശ്മി പബ്ലിക്കേഷൻസ് ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്കൊരിക്കലും നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പുസ്തകമായിട്ട് ഈ ഒരു വേളയിൽ ഇരിക്കാൻ സാധിക്കത്തില്ലായിരുന്നു. അത് വളരെയധികം നന്ദിയോടെ സന്തോഷ് സാറിനെയും ചിത്രരശ്മി പബ്ലിക്കേഷനെയും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ എല്ലാ കഥകളും പുസ്തകമാക്കാൻ പ്രസ്സിൽ കൊടുത്തു. കോഴിക്കോടാണ് എൻ്റെ വർക്കുകൾ നടന്നത്. അതിൻ്റെ ഈ അവസരത്തിൽ എൻ്റെ കവർ പേജ് ചെയ്തത് പ്രിയപ്പെട്ട സുഹൃത്ത് മനുവായിരുന്നു. വളരെ മനോഹരമായ കവർ പേജ് അദ്ദേഹം ചെയ്തു തന്നു. പിന്നെ തുടർന്നുള്ള വർക്കുകളും കോഴിക്കോടുള്ള ബാക്കി പ്രസ്സിലെ മറ്റ് ജീവനക്കാരും മറ്റ് എഡിറ്റേഴ്സ് എല്ലാം ചെയ്തു തന്നു. ഫ്രണ്ട് കവർ, ബാക്ക് കവർ, അതെല്ലാം വളരെ മനോഹരമായി ചെയ്തു. എനിക്ക് പുസ്തകമായിട്ട് എൻ്റെ കൈ കിട്ടി. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഞാൻ നാട്ടിൽ വന്നിരുന്നു. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ ഇതുപോലെ എല്ലാ പ്രാവശ്യം നാട്ടിൽ വരുമ്പോൾ സ്ഥിരമായിട്ട് ഞാൻ സന്ദർശിക്കുന്ന 1-2 പ്രിയപ്പെട്ടവരുടെ വീടുകളുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇതുപോലെ പക്രുച്ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്നാൽ വീട്ടിലേക്ക് വരുന്നേ? അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ നാട്ടിലുണ്ട്, നീ നാളെ വാ, നാളെ ഞാൻ വീട്ടിലുണ്ട്, നമുക്ക് വീട്ടിൽ വന്നിട്ട് ഉച്ചക്കത്ത് കൊണ്ട് ഇന്ന് ഇവിടുന്നാകാം, നാളെ ഇവിടുന്നാകാം എന്ന് പക്രുച്ചേട്ടൻ എന്നോട് പറഞ്ഞു. അപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം പക്രുച്ചേട്ടൻ പലപ്പോഴും അയർലൻഡ് വരുമ്പോൾ, ഷോയ്ക്ക് വരുമ്പോൾ പലപ്പോഴും എൻ്റെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ഗ്രഹാതുരത്വമായ ഒരു കുടുംബ ബന്ധം ചേട്ടനുമായിട്ടുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ഞാനും എൻ്റെ ഭാര്യയും മോളും എൻ്റെ അനിയനും ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിൽ ചെന്നു. ഭക്ഷണം കഴിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാനിങ്ങനെ പുസ്തകം എഴുതിയിട്ടുണ്ട്. ചേട്ടൻ ചോദിച്ചു, ഓ നല്ല കാര്യം, എന്താണ് പുസ്തകം? ഞാൻ പറഞ്ഞു, ചേട്ടൻ്റെ കഥാപാത്രമാണ് പുസ്തകത്തിൽ. അന്നേരം ചേട്ടൻ അതിശയത്തിൽ ചോദിച്ചു, നീ എന്താ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്? ഞാൻ വിവാദമാകേണ്ട ആവശ്യം ഉണ്ടോ? ഞാൻ പറഞ്ഞു, ചേട്ടാ വിവാദമാകേണ്ട, നല്ലത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ പക്ഷേ എനിക്കൊരു കൺസേൺ ഉണ്ട്, ഞാനിത് എവിടെ പബ്ലിഷ് ചെയ്യും, ഞാൻ എവിടെ പുസ്തക പ്രകാശനം എവിടെ നടത്തുമെന്നൊരു കാര്യത്തിൽ എനിക്ക് സന്ദേഹമുണ്ട് ചേട്ടാ എന്ന് പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, ഞാനിപ്പോൾ തന്നെ കോട്ടയം പ്രസ് ക്ലബ്ബിൽ വിളിച്ചിട്ട് അതിനുള്ള സാഹചര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഉടനെ ചേട്ടൻ അവിടെ ഇരുന്ന് തന്നെ കോട്ടയം പ്രസ് ക്ലബ്ബിൽ വിളിച്ചു. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ചന്ദ്ര ചേട്ടനോട് സംസാരിച്ചു. ഉടനെ അവിടെ എനിക്കൊരു സ്ലോട്ട് വരെ തന്നു പ്രസ് ക്ലബ്ബിൽ. അതുപോലെ പ്രസ് ക്ലബ്ബിലുള്ള ബാക്കി മീഡിയാസ് ഈ അവസരത്തിൽ ഹൃദയപൂർവ്വം ഓർക്കുന്നു. 24, മാതൃഭൂമി, റിപ്പോർട്ട് ചാനൽ, അവർ പത്രപ്രവർത്തകരോടെ ഉണ്ടായിരുന്നു. വളരെ ഭംഗിയായിട്ട് എൻ്റെ പുസ്തകം പ്രകാശനം അവർ കവർ ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ ആദ്യത്തെ പുസ്തകം അത് പ്രകാശനം ചെയ്യേണ്ടത് വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള, വളരെ അനുഗ്രഹീതമായൊരു കൈകളിൽ കൂടി ആയിരിക്കണം എന്നൊരു തോന്നലും എന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ ഉണ്ടായി. അതിൻ്റെ വെളിച്ചത്തിൽ വയലാർ ശരത്ചന്ദ്ര സാറിനെ ബന്ധപ്പെടുകയും സാർ വളരെ സന്തോഷത്തോടെ, അനിൽ എനിക്ക് സന്തോഷമാണ്, ഞാൻ വരാം, കോട്ടയത്ത് ഞാൻ വരാം, അദ്ദേഹം ചേർത്തലയായിരുന്നു, കോട്ടയത്ത് ഞാൻ വരാം. അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം എൻ്റെ ക്ഷണം സ്വീകരിക്കുകയും അദ്ദേഹം കോട്ടയത്ത് വരികയും പുസ്തകം പ്രകാശനം ചെയ്യുകയും ചെയ്തു. വയലാർ സാറാണ് പുസ്തക പ്രകാശനം നടത്തിയത്. ആദ്യത്തെ പ്രതി ഏറ്റുവാങ്ങിയത് പ്രിയപ്പെട്ട ചേട്ടൻ ഗിന്നസ് പക്രുച്ചേട്ടനാണ്. പക്രുച്ചേട്ടൻ ആദ്യത്തെ പ്രതി ഏറ്റുവാങ്ങി. വയലാർ സാറ് എൻ്റെ പുസ്തക പ്രകാശനം കോട്ടയം പ്രസ് ക്ലബ്ബിൽ വെച്ച് നടത്തി. എൻ്റെ പുസ്തകത്തിന് ആദ്യത്തെ പ്രതി പ്രിയപ്പെട്ട ഗിന്നസ് പക്രുച്ചേട്ടൻ ഏറ്റുവാങ്ങി. അത് എല്ലാ മീഡിയാസും അവിടെയുള്ള മാധ്യമ സുഹൃത്തുക്കൾ വളരെ ഭംഗിയായിട്ട് എല്ലാവരും കവറേജ് ചെയ്തു. എല്ലാ പത്രമാധ്യമങ്ങളിലും അതിനെക്കുറിച്ച് ന്യൂസ് അവർ കൊടുത്തു. വളരെ സന്തോഷമുണ്ട്. ഒരു ആദ്യത്തെ റൈറ്റർ, ഒരു തുടക്കക്കാരെന്ന നിലയിൽ എനിക്ക് കിട്ടിയ വലിയൊരു അവസരമായിരുന്നു
നല്ലൊരു അവസരമായിരുന്നു. ഒരിക്കലും ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്ര നല്ലൊരു അവസരം എനിക്ക് കിട്ടുമെന്ന് എൻ്റെ പുസ്തകം ചെയ്യാൻ വേണ്ടി. തുടർന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം എലിഞ്ഞി കൂര് കലാസാംസ്കാരിക വേദി അവിടുത്തെ സെക്രട്ടറി എന്നെ വിളിച്ചു. അവർ ചോദിച്ചു, അനിലിൻ്റെ ബുക്ക് ഞങ്ങൾ കണ്ടിരുന്നു, ഞങ്ങൾക്ക് ആ പുസ്തകം ഞങ്ങളുടെ കലാസാംസ്കാരിക വേദിയുടെ ലൈബ്രറി വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ അവിടെ ചെല്ലുകയും ഒരു പ്രതി അവർക്ക് കൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഞാൻ അക്ഷരങ്ങൾ വായിച്ചു തുടങ്ങിയ രാമൂർത്തി വാര്യർ മെമ്മോറിയൽ പുസ്തകശാലയിൽ ഞാൻ എൻ്റെ പുസ്തകത്തിൻ്റെ ഒരു കോപ്പി കൊടുത്തു. വളരെ അഭിമാനത്തോടെയാണ് ഞാൻ കൊടുത്തത്. കാരണം ഒരു മഹാകവിയുടെ ചിത്രത്തിന് മുൻപിൽ നിന്ന് എൻ്റെ പുസ്തകത്തിൻ്റെ ആദ്യത്തെ കോപ്പി അവിടുത്തെ ലൈബ്രറിന് കൊടുത്തപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായൊരു അഭിമാനവും ആഹ്ലാദവും അതെനിക്കൊരിക്കലും ക്യാമറയോട് പോയി പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം മഹാകവി രാമൂർത്തി വാര്യർ ആദ്യമായി അദ്ദേഹം പുരസ്കാരം ഏറ്റുവാങ്ങിയത് ശ്രീ മാർത്താണ്ഡവർമ്മ മഹാരാജാൻ്റെ കയ്യിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ ഛായാചിത്രത്തിന് മുമ്പിൽ നിന്നാണ് ഞാൻ എൻ്റെ പുസ്തകത്തിന് പ്രതി ലൈബ്രറിനെ കൈമാറിയത്. അങ്ങനെ ഒരുപാട് ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ഓർമ്മകൾ എൻ്റെ മനസ്സിൽ കൂടെ ആ സമയത്ത് കടന്നുപോയി. ഞാൻ പലപ്പോഴും കഥകൾ എഴുതിക്കൊണ്ടിരുന്നത് ഞാൻ മിക്കവാറും നൈറ്റ് ഡ്യൂട്ടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. നൈറ്റ് ഡ്യൂട്ടിയിൽ ഞങ്ങൾക്ക് 1 മണിക്കൂർ ബ്രേക്ക് കിട്ടുമായിരുന്നു. 1 മണിക്കൂർ ബ്രേക്ക് ടൈം കിട്ടുമായിരുന്നു നൈറ്റിൽ. നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാനും ചായ കുടിക്കാനും കാപ്പി കുടിക്കാനൊക്കെ. അപ്പോൾ ചെറിയൊരു ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പലപ്പോഴും 2 മണി 3 മണി സമയത്താണ് ചില കഥകൾ എഴുതാൻ ഇരിക്കുന്നത്. ഒരു പ്രാവശ്യം ഇതുപോലെ ഞാൻ കഥ എഴുതിയപ്പോൾ എന്നോട് വർക്ക് ചെയ്ത ഒരു ഐരിഷുകാർ വന്ന് ചോദിച്ചു, എന്താണ് എഴുതുന്നത്? ഞാൻ പറഞ്ഞു, ഞാനൊരു ചെറുകഥ എഴുതുവാണ്, ഷോർട്ട് സ്റ്റോറി എഴുതുവാണ്. അപ്പോൾ അത് അവർക്കൊരു ആകാംക്ഷയായി, എന്താണ് ഞാൻ എഴുതിയ കഥയുടെ സാരാംശം എന്താണെന്നറിയാൻ. അപ്പോൾ ഞാൻ എഴുതിയത് ഇത് പറഞ്ഞ പോലെ ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലുള്ള ഇംഗ്ലീഷിലേക്ക് മാറ്റി അവർക്ക് കാണിച്ചു കൊടുത്തു. അവർക്ക് വളരെ ഹാപ്പിയായി ഇത് കണ്ടപ്പോൾ. കാരണം ഞാൻ എഴുതിയ കഥ ആ ഒരു കഥ രാമൂർത്തിയെക്കുറിച്ചായിരുന്നു, നാടിനെക്കുറിച്ചായിരുന്നു. ആ കഥ കണ്ടപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി. ഇങ്ങനെയൊക്കെ ഇവിടെ ഉണ്ടോ? കാരണം ആ കഥാപാത്രങ്ങളായിട്ട് വന്നുകൊണ്ടിരുന്നത് രാമപുരം അമ്പലവും അതിൻ്റെ പരിസര പ്രദേശങ്ങളും, അങ്ങനെ ഒരു പൂജാരിയുടെ ഒരു പശ്ചാത്തലമായിരുന്നു ആ കഥയുടെ ആ ഒരു സമയത്ത് എഴുതിയത്. അപ്പോൾ അത് അവർക്ക് വളരെ ആകാംക്ഷയായി. അപ്പോൾ അവർക്കും വളരെ രസകരമായി തോന്നി ഞാൻ എഴുതിയ എഴുത്ത്. കാരണം ആ എഴുത്തിൽ നമ്മുടെ ഒരു നാട്ടിൻപുറവും നമ്മുടെ ഒരു കാഴ്ചകളും, ഞാൻ കണ്ട കുറേ കാഴ്ചകളൊക്കെ അവരുടെ ലാംഗ്വേജിൽ, അവരുടെ ഇംഗ്ലീഷിൽ അവർ വായിച്ചപ്പോൾ അതിനകത്ത് ഒരു ചെറിയൊരു കുസൃതിയും ചെറിയ തമാശയും അരിഷയുടെ കണ്ണിൽ കാണാൻ എനിക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ സുഹൃത്ത് ബന്ധ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത പേരാണ് കലാഭവൻ പ്രചോദയേട്ടൻ. ഇത് പറഞ്ഞതുപോലെ പ്രചോദയേട്ടനും ഞാനുമായിട്ടുള്ള ബന്ധത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഒരുപാട് വർഷങ്ങൾ അദ്ദേഹമായിട്ടുള്ള ബന്ധത്തിന്. അത് നീശുമാധവന് ശേഷം, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഹിറ്റായ ഡിക്റ്റേറ്റീവ് എന്ന മൂവിയിലെ വില്ലൻ കഥാപാത്രത്തിൽ കൂടിയും ആ സമയത്തും അദ്ദേഹത്തെ കാണുവാനും കഥാപാത്രങ്ങളുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും ഒരു ഭാഗ്യം ലഭിച്ചു. ഞാൻ പുസ്തകപ്രകാശന ചടങ്ങിൽ ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു. പക്ഷേ അന്ന് അദ്ദേഹം ഇപ്പോൾ ഒരു സിനിമയുടെ തിരക്കിലാണ്. അദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്യുന്നുണ്ട്. അതിന് നിർമ്മാണം പ്രശസ്ത നടൻ നിവിൻ പോളിയാണ്. എബിഡ് ഷൈൻ, നമ്മുടെ 1984 ഒക്കെ ചെയ്ത എബിഡ് ഷൈൻ, ആക്ഷർ റിബ് ചെയ്ത എബിഡ് ഷൈനാണ് ആ പടത്തിന് തിരക്കഥ എഴുതുന്നത്. എബിഡ് ഷൈൻ മോഹനാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ആ ഒരു സിനിമയുടെ തിരക്കിലായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എടാ എനിക്ക് വരാൻ സാധിക്കും തോന്നുന്നില്ല, പുള്ളി ഇന്ന് എറണാകുളത്താണ്, അപ്പോൾ കോട്ടയം ബസ്സിൽ പോയി വരാൻ പറ്റത്തില്ല, തിരക്കിലായിപ്പോയി, പക്ഷെ എന്നാലും എൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും എന്ന് അദ്ദേഹം ചേട്ടൻ പറഞ്ഞു. പക്ഷേ ചേട്ടൻ പിന്നീട് പറഞ്ഞു, എനിക്ക് എന്തായാലും ഒരു ബുക്ക് വേണം. ഞാൻ പറഞ്ഞു, ചേട്ടാ തീർച്ചയായും ഞാൻ തിരിച്ച് അയർലൻഡിൽ പോകുന്നതിന് മുമ്പ് ചേട്ടൻ്റെ പുസ്തകം തന്നിട്ട് ഞാൻ പോകത്തുള്ളൂ. അങ്ങനെ എൻ്റെ ചടങ്ങ് വരാൻ പറ്റിയില്ല, പ്രകാശ് ചടങ്ങ് വരാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. പക്ഷേ പിന്നീട് ഒരു 2-3 ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഫ്ലവേഴ്സ് ചാനലിലെ സ്റ്റുഡിയോയിൽ പോവുകയും അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ കോപ്പി കൊടുക്കുകയും ചെയ്തു. അതേ സമയത്ത് വളരെയധികം ഒരു ഭാഗ്യമുണ്ടായി. അതേ സമയത്ത് നമ്മുടെ മോഹിനിയാട്ടം സിനിമയുടെ അണിയറ പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു. അവരോട് സംസാരിക്കുകയും പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാനും എൻ്റെ പുസ്തകത്തിലെ കഥയും കഥാപാത്രങ്ങളും അവരോട് പങ്കുവെക്കാൻ എനിക്ക് സാധിച്ചു. ഞാനും പ്രചോദയേട്ടനും ഞങ്ങൾ റൂമിൽ സംസാരിക്കുമായിരുന്നു പുസ്തകത്തെക്കുറിച്ചും. അതുപോലെ ഒരു വർഷം കൂടി അദ്ദേഹത്തെ കാണുന്നു. സിനിമയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച സമയത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട നടൻ സൈജു കുറുപ്പ് റൂമിലേക്ക് കടന്നു വരികയും അദ്ദേഹം എന്താണ് പ്രചോദയേട്ടൻ എന്നെ സൈജു കുറുപ്പ് പരിചയപ്പെടുത്തി. സൈജു കുറുപ്പിനോട് ഞാൻ പറഞ്ഞു, ഞാൻ ചെറിയ പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഉടനെ എന്നോട് ചോദിച്ചു, തിരക്കഥയിൽ എഴുതുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല ചേട്ടാ, ഇതുവരെ ഞാൻ അങ്ങനെ മേഖലയിൽ കൈവച്ചിട്ടില്ല, പക്ഷേ ആഗ്രഹമുണ്ട് എഴുതുവാൻ. കാരണം
കുറേ നല്ല സുഹൃത്തുക്കൾ, മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ മാധവ് രാമദാസ് സാറ്, അതുപോലെ ബഹുമാനപ്പെട്ട മലയാളത്തിലെ പ്രശസ്തനായ സംവിധായകൻ ഷാജിക്കല സാറൊക്കെ സുഹൃത്തുക്കളായിട്ടുണ്ട്. ഒരു പക്ഷേ എന്നിരുന്നാലും ഒരു തിരക്കഥ എഴുതി, ഒരു കഥയുടെ ഒരു വൺലൈൻ എഴുതി അവരുടെ മുമ്പിൽ എത്തിക്കുക, അവരുടെ മുമ്പിൽ ചെല്ലുക എന്ന് പറയുന്നത് ഒരിക്കലും അത്രമാത്രം ധൈര്യം ഇതുവരെ കാലം എന്നിലേക്ക് തന്നിട്ടില്ല. ഒരു പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു, ഒരു പക്ഷേ ഭാവിയിലേക്ക് ഞാൻ എഴുതുമായിരിക്കും, എനിക്ക് ഉറപ്പില്ല. ഒരുപാട് കഥകളും കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും മനസ്സിലുണ്ട്. എന്തെങ്കിലും ഒരിക്കൽ അങ്ങനെയൊരു അനുഗ്രഹം ദൈവം തരട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ എൻ്റെ ഈ പുസ്തകത്തിൻ്റെ കഥായാത്രയിൽ ആരംഭമാണോ അത് അവസാനമാണോ എനിക്കറിയില്ല. എന്നിരുന്നാലും എൻ്റെ നാട്ടിൽ ഞാൻ ജനിച്ചു വളർന്ന രാമപുരത്തിൻ്റെ മണ്ണിൽ നിന്ന് ഇങ്ങനെ പുസ്തകം സാധിച്ചതിൽ, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇവിടെ ജനിച്ച് ഇവിടെ ജീവിച്ച് ഇവിടെ മരിച്ചുപോയ മഹാരഥന്മാർ അവർ ഉറങ്ങിക്കിടക്കുന്ന ഈ മണ്ണിൽ, രാമപുരത്ത് വാര്യരുടെയും ലളിതാംബിക അന്തർജനത്തിൻ്റെയും പാറമക്കൾ തോമ കത്തനാരുടെയും വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ്റെ ഈ മണ്ണിൽ നിന്ന് ഇങ്ങനെ പുസ്തകം എനിക്ക് സാധിച്ചതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ഈ പുസ്തകം കേരളത്തിലെ എല്ലാ പ്രമുഖ ബുക്ക് സ്റ്റാളിലും ലഭ്യമാണ്. അതുപോലെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ, നിങ്ങൾക്ക് വായിക്കാൻ, നിങ്ങൾ അക്ഷരങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. എൻ്റെ ഇമെയിൽ ഐ ഡി ഞാൻ താഴെ കൊടുക്കുന്നതാണ് ഈ വീഡിയോയുടെ അടിയിൽ. നിങ്ങൾക്ക് പുസ്തകങ്ങൾ ഞാൻ എത്തിച്ചു തരുന്നതായിരിക്കും. ഈ പുസ്തകത്തിൽ ആകെ 10 കഥകളാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. 10 ചെറുകഥകൾ. ഞാൻ കണ്ട കുറേ മനുഷ്യരായിട്ടുള്ള 10 പേരുടെ കഥകളാണ് എഴുതിയിരിക്കുന്നത്. അതിൽ കുറച്ച് പേർ എൻ്റെ നാട്ടിലുള്ള കുറച്ച് പേരുണ്ട്. അതുപോലെ എൻ്റെ ബാംഗ്ലൂർ ജീവിത കാലഘട്ടത്തിൽ ഞാൻ പരിചയപ്പെട്ട കുറേ കഥാപാത്രങ്ങളുമുണ്ട്. പിന്നീട് ഞാൻ UK വെച്ച് പരിചയപ്പെട്ട കാതറിൻ എന്ന് പറഞ്ഞ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു മഹത് വ്യക്തിയായിരുന്നു കാതറിൻ. അവരുടെ ഒരു കഥയുണ്ട്. അതുപോലെ എൻ്റെ കലാജീവിതത്തിൽ ഞാൻ പരിചയപ്പെട്ടു വന്ന കുറച്ച് ആൾക്കാരുടെ അവരുമായിട്ട് ഞാൻ നടത്തിയ രസകരമായ കൂടിക്കാഴ്ചകളും സംഭാഷണങ്ങളും അതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ 10 ചെറുകഥകൾ കൂടിയതാണ് ഞാൻ കണ്ട കുറേ മനുഷ്യർ. ഇതൊരിക്കലും ഇവിടെ പൂർണ്ണമാകുന്നില്ല. ഇനിയും പുസ്തകങ്ങൾ, ഇനിയും വ്യത്യസ്തമായ കഥകളും കഥാപാത്രങ്ങളുമായി നിങ്ങളുടെ മുൻപിൽ വരുവാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും സപ്പോർട്ടും സ്നേഹവും ഈ അവസരത്തിൽ ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.